ഇന്നത്തെ മാർക്കറ്റിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സും അനാലിസിസൊക്കെ ആയിട്ട് നമ്മുടെ ഇൻഹൗസ് എക്സ്പെർട്സ് പ്രദീപ് ചന്ദ്രശേഖർ സാർ ഇപ്പോൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നതാണ്. സാർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദ ഷോ. മോർണിംഗ് വിഷ്ണു, മോർണിംഗ് വ്യൂവേഴ്സ്. സാർ, ഏതായാലും ഇന്ന് മാർക്കറ്റിലോട്ട് വരുമ്പോൾ നമുക്ക് ആ തുടർച്ചയായുള്ള ഒരു 8ാമത്തെ സെഷനിലുണ്ടായിരുന്ന നേട്ടമായിരുന്നു നമ്മൾ കണ്ടത്. ഇന്ന് നോക്കുമ്പോഴും മാർക്കറ്റ് ഇപ്പോൾ നിലവിൽ നേട്ടത്തിലുള്ളൊരു ട്രേഡിംഗ് ആണ് നമുക്ക് നിലവിൽ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിഫ്റ്റി 50 നോക്കുമ്പോൾ നിലവിലത്തെ ഒരു നേട്ടം എന്ന് പറയുന്നത് ഏതായാലും ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ 0.5% നീങ്ങുന്നൊരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. നിഫ്റ്റി 50 ഇപ്പോൾ ടെക്നിക്കലി താങ്കൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? വിഷ്ണു, നിഫ്റ്റി 50യുടെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായി തുടരുന്നു. നിഫ്റ്റി 50യിൽ നമുക്ക് സസ്റ്റൈനബിൾ ആയിട്ട് ഒരു മൂവ് കാണാൻ സാധിക്കണമെങ്കിൽ നിഫ്റ്റി 50 27,200 പോയിന്റ് റെസിസ്റ്റൻസ് ഇപ്പോൾ ബ്രേക്ക് ചെയ്യണം. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ ഓഗസ്റ്റ് 21 നമുക്ക് നൽകിയൊരു മേജർ ടോപ്പ് ഉണ്ടായിരുന്നു 25,130. ആ ഒരു ലെവലാണ് ഇപ്പോൾ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. സാറിന് ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂ ആണ് അറിയേണ്ടത്. ഇന്നിപ്പോൾ ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിലുള്ള ട്രേഡിംഗ് ആണ്. 57 പോയിന്റിൻ്റെ നേട്ടമാണ് നമുക്ക് നിലവിൽ കാണാൻ സാധിക്കുന്നത്. 54,866 എന്നൊരു നിലയിലാണ് ബാങ്ക് നിഫ്റ്റിയിൽ ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷൻ എന്താണ്? വിഷ്ണു, നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷും ഷോർട്ട് ടേം ബെയറിഷുമായി തന്നെ തുടരുന്നു. കറന്റ് ലെവൽസിൽ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന് നല്ല റെസിസ്റ്റൻസ് ഉണ്ട്. സോ നമ്മുടെ കൈവശം എസ്പെഷ്യലി ലാർജ് പ്രൈവറ്റ് സെക്ടർ ബാങ്കിങ് സ്റ്റോക്സ് ഉണ്ടെങ്കിൽ നമ്മൾ വളരെ കെയർഫുൾ ആൻഡ് ശ്രദ്ധിച്ചിരിക്കണം. നമ്മൾ അതേസമയം നമ്മൾ PSU ബാങ്കിങ് സ്റ്റോക്സ് നോക്കുമ്പോഴേക്കും പർട്ടിക്കുലർലി സ്മോൾ ക്യാപ്പ് PSU ബാങ്ക്സിലൊക്കെ വീണ്ടും ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് വന്നു തുടങ്ങിയിട്ടുണ്ട്. സാറിന് ഈ ഓട്ടോ സൂചികയുടെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. ഓട്ടോ സൂചിക ഇന്ന് നോക്കുമ്പോൾ ഒരു ഫ്ലാറ്റ് ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് നിലവിൽ ട്രേഡ് ചെയ്യുന്നത്. 26,828 എന്നൊരു ലെവലിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണുന്നത്. ഓട്ടോ സൂചികൾ താങ്കൾ വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? വിഷ്ണു, നിഫ്റ്റി ഓട്ടോ ഇൻഡെക്സിന്റെ കേസിൽ നമുക്ക് നേരിയ പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. നിഫ്റ്റി ഓട്ടോ ഇൻഡെക്സിന്റെ കേസിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ പോകുന്നത് 27,350 പോയിന്റ് ആയിരിക്കും. ആൻഡ് സപ്പോർട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്നത് 26,650. 25,650 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേമിൽ നമ്മൾ അല്പം വീക്ക്നെസ്സിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. സാറിന് ഈ മെറ്റലിൻ്റെ വ്യൂ കൂടിയാണ് നമുക്ക് അറിയേണ്ടത്. മെറ്റൽ നോക്കുമ്പോൾ നിലവിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഇടിവ് തന്നെയാണ് രേഖപ്പെടുത്തുന്നതായിട്ട് കാണുന്നത്. 9,874 എന്നൊരു നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. താങ്കൾ വാച്ച് ചെയ്തിരിക്കുന്ന ടെക്നിക്കൽ ലെവലുകൾ ഇപ്പോൾ ഏതൊക്കെയാണ്? വിഷ്ണു, നിഫ്റ്റി ഓട്ടോ ഇൻഡെക്സിന്റെ കേസിൽ നമുക്ക് ഓഗസ്റ്റ് 29 ശേഷം തുടർച്ചയായിട്ട് നേട്ടമാക്കാൻ സാധിച്ചത്. സോ നാച്ചുറലി ഒരു അല്പം ഓവർ ഹീറ്റഡ് ആയിട്ടുണ്ട്. ആൻഡ് വി ഷുഡ് ബി പ്രിപ്പയർഡ് ഫോർ പ്രോഫിറ്റ് ടേക്കിംഗ്. നിഫ്റ്റി ഓട്ടോ ഇൻഡെക്സിന്റെ കേസിൽ ആദ്യത്തെ ഒരു സപ്പോർട്ട് 9,840 പോയിന്റും അത് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ 9,720 ആയിരിക്കും അടുത്ത മേജർ 2 സപ്പോർട്ട് ലെവൽസ്. ഓക്കെ സാർ, ഇനി നമുക്ക് ഏതായാലും താങ്കളിപ്പോൾ പറഞ്ഞത് മെറ്റൽ സൂചികയുടെ ഒരു വ്യൂ ആയിരുന്നു. ഞാനൊന്ന് ഇടപെടുകയാണ്. ഏതായാലും നമുക്ക് അടുത്തൊരു ന്യൂസിലോട്ട് പോകാം സാർ. നമുക്ക് ഇപ്പോൾ അറിയേണ്ടതെന്ന് പറയുന്നത് അദാനി പോർട്ടുമായി ബന്ധപ്പെട്ടുള്ളൊരു വ്യൂ ആണ് അറിയേണ്ടത്. 1.2% ഒരു അദാനി പവറാണ്. ഇപ്പോൾ നേട്ടം നോക്കുമ്പോൾ 1.2% ഒരു നേട്ടമാണ് നമുക്ക് നിലവിൽ കാണാൻ സാധിക്കുന്നത്. ഇതിൽ അദാനി പവറിനെ സംബന്ധിച്ച് വാർത്ത ലഭ്യമായിരിക്കുന്ന പുതിയൊരു കരാറ് ലഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബീഹാർ സ്റ്റേറ്റ് പവർ ജനറേഷൻ കമ്പനിയുമായിട്ടുള്ളൊരു കരാറാണ് ഇപ്പോൾ ലഭിച്ചിരുന്നത് കാണാൻ സാധിക്കുന്നത്. 2,400 മെഗാവാട്ടിൻ്റെ ഒരു പവർ സപ്ലൈയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കരാറാണ് ലഭിച്ചിരിക്കുന്നത്. അദാനി പവറിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷൻ ഇപ്പോൾ എന്താണ്? സോ അദാനി പവറിന്റെ കേസിൽ നിലവിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നുണ്ട്. ബട്ട് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് ഒത്തിരി വോളറ്റിലിറ്റി കാണാനിടയായി. കറന്റ് ലെവൽസിൽ അതുകൊണ്ട് തന്നെ പുതിയ ലോങ് പൊസിഷൻസ് അഡ്വൈസ് ചെയ്യുന്നില്ല. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 595 നമ്മൾ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്കിൽ നമുക്ക് സസ്റ്റൈനബിൾ ആയിട്ട് ഒരു അപ്പ് മൂവ് കിട്ടണമെങ്കിൽ 663 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. സാറിന് എഞ്ചിനീയേഴ്സ് ഇന്ത്യയുടെ വ്യൂ ആണ് അറിയേണ്ടത്. ഇന്ന് 2% നേട്ടം ഓഹരി ഇപ്പോൾ രേഖപ്പെടുത്തുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പുതിയൊരു ഓർഡർ കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട്. ആഫ്രിക്ക ആസ്ഥാനമായുള്ള ഒരു ഫെർട്ടിലൈസർ കമ്പനിയിൽ നിന്നാണ് ഈ ഒരു ഓർഡർ ലഭിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏകദേശം 600 കോടിയിലധികം വാല്യൂ വരുന്ന ഒരു ഓർഡറാണ് ലഭിച്ചിരിക്കുന്നത്. എഞ്ചിനീയേഴ്സ് ഇന്ത്യയിൽ താങ്കൾ ഇപ്പോൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? എഞ്ചിനീയേഴ്സ് ഇന്ത്യയുടെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷും ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷുമായി തുടരുന്നു. ഈ സ്റ്റോക്കിൽ നമുക്ക് ഷോർട്ട് ടേം ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കുമെങ്കിൽ 220 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം.
കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 198 നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സാർ, ഇന്നത്തെ ഒരു ട്രേഡിങ്ങിലോട്ട് വരുമ്പോൾ മിഡ് ക്യാപ്പിൽ നിന്ന് വളരെ മികച്ച മുന്നേറ്റം രേഖപ്പെടുത്തുന്ന രണ്ട് ഓഹരിയായിട്ട് മാറിയിരിക്കുന്ന റെയിൽവേ സെക്ടറിൽ നിന്നുള്ള റെയിൽടെല്ലും ഇർക്കോണുമാണ്. ഏകദേശം 7%-ൻ്റെയൊക്കെ ഒരു നേട്ടമാണ് ഈ രണ്ട് ഓഹരികളും നമുക്കിന്ന് നിലവിലത്തെ ട്രേഡിങ്ങിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. മികച്ച മുന്നേറ്റം തന്നെ രണ്ട് ഓഹരികളും രേഖപ്പെടുത്തുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 2 മാസം നേരിയ ഒരു ഇടിവായിരുന്നു രേഖപ്പെടുത്തിയ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ്. അതിനുശേഷം ഇപ്പോൾ ഈ ഒരു ട്രേഡിംഗ് ഡേ നോക്കുമ്പോൾ 7% ഒരു കുതിപ്പ് രണ്ട് ഓഹരികളും രേഖപ്പെടുത്തി മുന്നേറുകയാണ്. ഈ രണ്ട് ഓഹരികൾ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്? വിഷ്ണു, ഈ രണ്ട് റെയിൽവേ സ്റ്റോക്സ് മാത്രമല്ല, നമ്മളിപ്പോൾ റെയിൽവേ മേഖലയിൽ ഏത് സ്റ്റോക്ക് എടുത്താലും ഇർക്കോൺ ആകട്ടെ, റെയിൽടെൽ ആകട്ടെ, റെയിൽ വികാസ്, IRCTC, അതുപോലെ തന്നെ ടിറ്റാഗോ, ഇതിലൊക്കെ നല്ല ബൈയിങ് ഇൻട്രസ്റ്റ് കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷൻസിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് കറന്റ് ലെവൽസിൽ വീണ്ടും പുതിയ ലോങ് പൊസിഷൻസ് എടുക്കാനും സാധിക്കും. ബിക്കോസ് നമുക്ക് ഇവിടെ ഒരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കുന്നുണ്ട്. സാറിന് ഇന്ന് റിയൽറ്റി മേഖലയിൽ നിന്ന് നോക്കുമ്പോൾ വളരെ മികച്ചൊരു മുന്നേറ്റം രേഖപ്പെടുത്തി ഇപ്പോൾ ട്രേഡിംഗ് തുടരുകയാണ് ആനന്ദ് രാജ്. ഇന്ന് നോക്കുമ്പോൾ ഏകദേശം 6% മുകളിലേക്ക് ഒരു നേട്ടം രേഖപ്പെടുത്താൻ ആനന്ദ് രാജിന് നിലവിൽ സാധിക്കുന്നുണ്ട്. നിലവിൽ 565 എന്നൊരു നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. മന്ത്ലി ട്രേഡിംഗ് നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു 3-4 മാസങ്ങളായി നേരിയ ഒരു കൺസോൾട്ടേഷനാണ് ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിക്കുന്നത്. ആനന്ദ് രാജിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷൻ ഇപ്പോൾ എന്താണ്? ആനന്ദ് രാജിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയർഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായി തുടരുന്നു. ഈ സ്റ്റോക്കിന് വളരെ സ്ട്രോങ് ഒരു റെസിസ്റ്റൻസ് 585 രൂപയിൽ കാണുന്നുണ്ട്. ഇന്ന് കഴിഞ്ഞ ഒരു മണിക്കൂറിൽ നടന്നിരിക്കുന്ന ഈ ട്രേഡിങ്ങിൽ ആ ഒരു റെസിസ്റ്റൻസ് ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്, ആ ഒരു റെസിസ്റ്റൻസിന്റെ മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. സാറിന് ഈ മുത്തൂറ്റ് മൈക്രോഫിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. 0.73% ഇടിവാണെന്ന് കാണുന്നത്. 164 ഇപ്പോൾ ലാസ്റ്റ് ട്രേഡിംഗ് പ്രൈസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓഹരിയെ സംബന്ധിച്ച് ധനസമാഹരത്തിന് ഒരുങ്ങുന്നു എന്ന രീതിയിലുള്ള ഒരു വാർത്ത ലഭ്യമായിട്ടുണ്ട്. നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് വഴിയാണ് ഈ ഒരു ഫണ്ട് സമാഹരിക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓഹരിയിൽ താങ്കൾ ഇപ്പോൾ വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? മുത്തൂറ്റ് മൈക്രോഫിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തുടരുന്നു. ഈ സ്റ്റോക്കിന് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആദ്യത്തെ 173 അത് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 182 കാണുന്നത്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 145 നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സാറിന് അപ്പോളോ ഹോസ്പിറ്റൽസിൻ്റെ വ്യൂ ആണ് നമുക്കറിയേണ്ടത്. അതിൽ ഓഹരിയിൽ ഇന്ന് നോക്കുമ്പോൾ ഒരു 0.5% ഇടിവാണ് നമുക്ക് കാണുന്നത്. 7823 എന്നൊരു നിലയിലാണ് നിലവിൽ ട്രേഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞൊരു മാസം ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്ന ഓഹരിയുടെ ട്രേഡിംഗ് നടന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വാർത്തയായിട്ട് നമുക്ക് ഷെയർ ചെയ്യാനുള്ളത് ക്യാൻസർ ചികിത്സയിൽ കൂടുതൽ നിക്ഷേപം കമ്പനി നടത്താൻ പ്ലാൻ ചെയ്യുന്നു എന്ന രീതിയിലുള്ള വാർത്തയാണ് നിലവിൽ ലഭ്യമായിരിക്കുന്നത്. ഓഹരിയിൽ താങ്കൾ വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? വിഷ്ണു, അപ്പോളോ ഹോസ്പിറ്റലിന്റെ കേസിൽ ഒരു വീക്ക്നെസ്സും കാണാൻ സാധിക്കുന്നില്ല. കഴിഞ്ഞ ഓഗസ്റ്റ് 22 നമുക്ക് ഓൾ ടൈം ഹൈ 7980 രൂപയിൽ നൽകിയതിന് ശേഷം ഈ സ്റ്റോക്കിൽ നേരിയ കൺസോൾട്ടേഷൻ നടക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് എസ്പെഷ്യലി ഇൻവെസ്റ്റിംഗ് പർപ്പസിന് വേണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് പുതിയ ലോങ് പൊസിഷൻ എടുക്കണമെങ്കിൽ നിലവിലുള്ള ഓൾ ടൈം ഹൈ ലെവൽ ബ്രേക്ക് ചെയ്യുമ്പോൾ മാത്രമേ കൺസിഡർ ചെയ്യാവൂ. നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 7585. സാറിന് GMR എയർപോർട്ടിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. 6% ഒരു നേട്ടം ഇന്നത്തെ ട്രേഡിങ്ങിൽ കാണാൻ സാധിക്കുന്നുണ്ട്. മന്ത്ലി ട്രേഡിംഗ് നോക്കുമ്പോൾ ഒരു കൺസോൾട്ടേഷൻ ആയിരുന്നു നമുക്ക് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി കാണാൻ സാധിക്കുന്നത്. ഓഹരിയെ സംബന്ധിച്ച് കമ്പനിയെ സംബന്ധിച്ച് നിലവിൽ നമുക്ക് നോക്കുമ്പോൾ യാത്രക്കാരുടെ എണ്ണത്തിൽ ഇത്തവണത്തെ ഒരു കണക്കെടുക്കുമ്പോൾ നേരിയ ഒരു ഇടിവ് രേഖപ്പെടുത്തിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. 3.5% ഇടിവാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ എയർക്രാഫ്റ്റ് ട്രാഫിക് നോക്കുമ്പോൾ 4.2% എന്നൊരു നേട്ടം രേഖപ്പെടുത്തിയ ഒരു കണക്കുമാണ് ഇപ്പോൾ കമ്പനി പുറത്തുവിട്ടിരിക്കുന്നത്. GMR എയർപോർട്ടിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷൻ എന്താണ്? GMR എയർപോർട്ടിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് സൈഡ് വേസും ഷോർട്ട് ടേം ബെയറിഷുമായിട്ട് തുടരുന്നു. സ്റ്റോക്കിൽ നമുക്കൊരു ബ്രേക്ക് ഔട്ട് ലഭിക്കുകയാണെങ്കിൽ 92 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 84 സപ്പോർട്ടായിരിക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. സാർ, ഇന്ന് അവസാനമായൊരു സ്റ്റോക്ക് നമുക്ക് നിലവിൽ ചോദിക്കാനുള്ളത് ഇന്നത്തെ നിഫ്റ്റി 50 എടുക്കുമ്പോൾ ഒരു ടോപ്പ് ഗെയിനറായിട്ട് ട്രേഡ് ചെയ്യുന്ന ഓഹരിയായിട്ടുള്ള നിലവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ബജാജ് ഫിനാൻസ് ആണ്. 1.6% നേട്ടമാണ് ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബജാജ് ഫിനാൻസിൽ താങ്കളുടെ ടെക്നിക്കൽ ഒപ്പീനിയൻ എന്താണ്? ബജാജ് ഫിനാൻസിന്റെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. സ്റ്റോക്ക് ഇന്നത്തെ ട്രേഡ് നോക്കുമ്പോഴേക്കും നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ നൽകിയിരിക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല.
പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് മാത്രമേ പുതിയ ലോങ് പൊസിഷൻസ് കൺസിഡർ ചെയ്യാവൂ.